ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ ചെടിയുടെ പരിചരണത്തെ കുറിച്ചാണ്. നല്ല ഭംഗിയുള്ളൊരു ബിഗോണിയാണ്. എനിക്കിഷ്ടമുള്ളൊരു ബിഗോണിയാണ് ഇത്. ഇതിൻ്റെ ഇലകൾ നല്ല വലുപ്പത്തിലാവും. പക്ഷേ ഇപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വളർച്ചയൊക്കെ ഒന്ന് മുരടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നല്ല വലിയ ഇലയൊക്കെ ഉണ്ടാവുന്നതാണേ. ഇപ്പോൾ ഞാൻ ഈ ചെടി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബിഗോണിയ പ്ലാന്റ്സ് എല്ലാം ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ ചെടി റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണേ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുക്കുക. ചട്ടി എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് തന്നെ ചെടിക്കനുസരിച്ചുള്ള ചട്ടി വേണം. ചെറിയ ചെടിയാണെങ്കിൽ ചെറിയ ചട്ടി മതി, വലിയ ചെടിയാണെങ്കിൽ വലിയ ചട്ടി തന്നെ വേണം. വലിയ ചെടി എടുത്ത് ചെറിയ ചട്ടിയിൽ കൊണ്ടുവന്ന് വെക്കുകയോ ഒക്കെ ചെയ്യരുത്. അതേപോലെ ചെറിയ കുഞ്ഞു ചെടി എടുത്തിട്ട് വലിയ ചട്ടിയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നനയൊക്കെ വരുമ്പോൾ വെള്ളം കൂടുതൽ ഉണ്ടാവുകയും അപ്പോൾ അത് അഴുകി പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തു. അതിൻ്റെ ചട്ടിയുടെ ചുവട്ടിലുള്ള ഹോളെല്ലാം ഓപ്പണാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിയില ഇട്ടു. എല്ലാ ചെടി നടുമ്പോഴും ഞാൻ ചട്ടിയുടെ അടിയിൽ കരിയില ഇടാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പച്ച പോച്ച പുല്ലുണ്ടല്ലോ, അപ്പോൾ ആ പുല്ലൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ കരിയില ആയതുകൊണ്ട് ഇഷ്ടംപോലെ കരിയില വീഴുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കരിയില ഇട്ടു. അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്തു. അത് അതിൻ്റെ അടിയിലിട്ടു. ചട്ടിക്ക് വെയിറ്റ് കുറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വളവും കൂടെ ആവും. പിന്നെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കരിയില കമ്പോസ്റ്റ്, പിന്നെ മുയൽ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ്, നല്ല പൊടിയായിട്ടുള്ള മേൽമണ്ണ്. ആ മേൽമണ്ണ് ഇല്ലാത്തവർ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എംസാൻഡോ അല്ലെങ്കിൽ മണലോ ഒക്കെ ഇട്ടാലും മതിയാവും. പിന്നെ അത് കഴിഞ്ഞ് ചകിരിച്ചോറ്, എപ്പോഴും ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ കുറച്ച് സാഫ്, അത് അഴുകൽ രോഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടി മിക്സ് ആക്കി കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഈ ചട്ടിയിൽ നിന്ന് മറ്റേ പഴയ ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുത്ത് ഇത് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് രണ്ട് വർഷമായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ചെടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നിന്നത്. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന പിന്നെ പോട്ടി മിക്സാണേ. അപ്പം ചെടി നട്ടു കൊടുക്കുക. പിന്നെ നമ്മൾ കൂടുതൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് ചെടി വയ്ക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഇല ഒരു ഭംഗി ഉണ്ടാവില്ല ചെടിക്ക്. പിന്നെ അതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ചു പോവും. അപ്പോൾ ഒരു തണലുള്ള ഭാഗത്ത് പ്രകാശം വേണവും താനും അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ചെടി വെക്കണം. എന്നാലേ നല്ല തഴപ്പോടുകൂടി നല്ല കളറോടുകൂടി ഈ ചെടി വളർന്നു വരുള്ളൂ. അങ്ങനെ നിന്നാലേ ഈ ചെടി ഒരു ഭംഗിയുള്ളൂ. പിന്നെ വളം കൊടുക്കുന്നത് നമുക്ക് ജൈവ സ്ലറികളോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇനിയിപ്പോൾ ഇത് ഈ ഒരു 3-4 മാസത്തേക്ക് ഞാൻ ഇടത്തില്ല. അത് കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ. കാരണം അതുവരെ ഈ കമ്പോസ്റ്റ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, പോട്ടി മിക്സിനകത്ത്, അത് മതിയാവും. പിന്നെ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സ്ഥലത്ത് വെക്കരുതെന്ന് പറഞ്ഞു. ഇല കരിഞ്ഞു പോവും, ഭംഗി ഉണ്ടാവില്ല, വളർച്ചക്കുറവുണ്ടാവും. അപ്പോൾ ഈ ചെടി ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇൻഡോർ പ്ലാന്റായിട്ടും ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെയിലൊട്ടും അടിക്കാത്തപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. ചെടി എളുപ്പം നശിച്ചു പോവുകയും ചെയ്യും. ഫംഗസ് ബാധ ഉണ്ടായിട്ട് പെട്ടെന്ന് ചെടി നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മഴക്കാലത്തൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. വേനൽക്കാലത്ത് ദിവസം ഒഴിച്ചു കൊടുക്കാം. കാരണം പോട്ടി മിക്സിനകത്ത് നമ്മൾ ഈ കൊക്കോപിറ്റ്, കാരണം ചകിരിച്ചോറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഈർപ്പം നിലനിൽക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വളം ജൈവ സ്ലറിയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ 19 ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിചരണങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.